അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഉംറയ്ക്ക് തയ്യാറായിരിക്കുന്ന വലിയ ഭാഗ്യവാന്മാർ, ആ ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിൽപ്പെട്ട അതിൽ മെമ്പർമാരാവാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം തന്നു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പറഞ്ഞുകൊണ്ടുവരുന്നത്, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ ഉംറയ്ക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ കാണുന്ന പലരും ഇപ്പം പരിശുദ്ധ ഉംറയിൽ എത്തിയിട്ടുണ്ട്. അള്ളാന്റെ ഹറമിലെത്തിയ ഒരുപാട് മുഅ്മിനീങ്ങൾ ഇപ്പോഴിങ്ങനെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന സമയം തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു കൂട്ടത്തില് അടുത്ത ഒരു ലിസ്റ്റിൽ നമുക്കും കൂടെ പെടാൻ വേണ്ടി നമ്മൾക്കും കൂടി അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും അള്ളാഹിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, ആ വഴിയിലേക്കൊന്ന് എത്താൻ അവസരം തന്നല്ലോ. ആ വഴിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ അല്ലെ, പരിശുദ്ധ ഹറമിലെത്തില്ലല്ലോ അല്ലെ. സംഗതികൾ ഹൃദയം കൊണ്ട് ഹറമും കഴിഞ്ഞ് മദീനയും കഴിഞ്ഞ് ചിലപ്പോൾ അവർ പോകുന്നുണ്ടോ. പക്ഷെ നമ്മുടെ ആ വഴിയിലേക്കുള്ള യാത്ര എന്ന തുടർച്ച് ആ തുടക്കത്തിലായപ്പോ നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പൊ പരിശുദ്ധമായ ഉംറ എന്നുള്ളത് നമുക്കറിയാം, അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. ഉംറക്കുള്ള അവസരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ സമ്പാദ്യമുള്ള ഒരുപാട് പേരുണ്ട്, സമ്പാദ്യമുണ്ട്, പക്ഷേ പരിശുദ്ധ ഉംറ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ അല്ല എങ്കിൽ ചിലർക്ക് സമ്പത്തുണ്ടാവും, എന്താണ്, അവസരം ലഭിച്ചില്ല. ചിലർക്ക് ആരോഗ്യം കൊണ്ടും എല്ലാം കൊണ്ടുണ്ട്, സമ്പത്ത് കൊണ്ട് അവസരം ലഭിച്ചില്ല. ഇങ്ങനെ തുടങ്ങി എന്തോ തന്നെ ആണെങ്കിലും അവസരം ലഭിക്കുക എന്നുള്ളത്, തൗഫീഖ് എന്നുള്ളത് വലിയ ഒരു നിഅ്മത്താണ്. അള്ളാന്റെ തൗഫീഖ് പരിശുദ്ധ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാനൊക്കെ അള്ളാന്റെ തൗഫീഖ് ഉള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് നമ്മുടെ ഈ കാവനൂർ പ്രദേശത്ത് തന്നെ. വേറെ തടസ്സങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, മക്കളെ കെട്ടിക്കാണുന്നില്ല. എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്താണ്, എപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുന്ന ഒരു സുഹൃത്താണ്. ഒരു തടസ്സമില്ല, മക്കളെ കെട്ടിക്കാനില്ല, കടബാധ്യതകളൊന്നുമില്ല. ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയും, ഹബീബി നമുക്കൊന്ന് പോകണ്ടേ, നമ്മുടെ കൂടെ ഉംറക്ക് ഇൻഷാ അല്ലാഹ്. ആയിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും അങ്ങോട്ട് എത്താനുള്ള മാനസിക ശാരീരിക സാഹചര്യ വശങ്ങൾ എന്തുകൊണ്ടാണ് എത്താതെ വെച്ചാൽ അള്ളാന്റെ തൗഫീഖ്, ആ തൗഫീഖ് അദ്ദേഹത്തിന് എത്തിയിട്ടില്ല. അപ്പോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറ്റു ചിലര് സാമ്പത്തികമുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷേ ആരോഗ്യം കൊണ്ട് കഴിയുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഓരോ ഉംറക്കും തടസ്സങ്ങൾ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിഅ്മത്ത്. അതിന് നമ്മൾ ആദ്യം റബ്ബിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ തന്ന നിഅ്മത്ത് ഞങ്ങൾ എടുത്തു കളയരുതേ റബ്ബേ. ഇന്ന് നിഅ്മത്ത് തന്ന നമുക്ക് നാളെ അത് തിരിച്ചെടുക്കാനും പടച്ചവനക്ക് അറിയും അല്ലേ. ഇന്ന് നമ്മളെല്ലാരും ബുക്ക് ചെയ്തു, എല്ലാം റെഡിയായി. പക്ഷേ നാളെ ഇവിടെ അടുത്തൊരു ദിവസം വരുമ്പോ ഉസ്താദേ എനിക്ക് ചെറിയ അസൗകര്യമുണ്ട്, പോരാൻ കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഈ വഴിയിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങൾ ആ വഴിയിലേക്ക് എത്തിച്ചേരണേ അല്ലാഹ്. ഞങ്ങളെ ഈ ഉംറ യാത്രയിൽ ഒരു തടസ്സവും കൂടാതെ പരിപൂർണമായ ഉംറ ചെയ്യാനും ആരംഭപ്പൂവിന്റെ മദീനയിൽ ചെന്നുകൊണ്ട് മുത്തിന്റെ മദീന കൺകുളിർന്നത് കാണാൻ അള്ളാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മുഴുവൻ സമയത്തുള്ള പ്രാർത്ഥന വേണം. നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നതിലുപരി അല്ലാഹുവേ, എന്നെ പോലെ ഒരുപാട് ആഗ്രഹിച്ച മുഅ്മിനീൻ ആണല്ലോ എന്റെ കൂടെ വരുന്നവര് അല്ലെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു പോകും, നമ്മളിൽ ഓരോരുത്തരുടെ ആഗ്രഹം പോലെയാണ് മറ്റുള്ള ഓരോ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആഗ്രഹം. അപ്പോ റബ്ബേ, എന്റെ കൂടെ വരാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘത്തിൽ പോവാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും നീ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്താൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അള്ളാഹു ആ ദുആഇനെ കബൂലാക്കും എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ കാര്യം കൂടെ അള്ളാഹു എളുപ്പത്തിലാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഉംറ വളരെ റാഹത്തായി ചെയ്തുകൊണ്ട് ആരംഭപ്പൂവിന്റെ മദീനയിൽ ചെന്നുകൊണ്ട്
ആ മാ ബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ ദിയാദിൽ ജന്ന ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭപ്പൂവിന്റെ നാവ് കൊണ്ട് ഇന്ന് വരെ മുത്തായ തങ്ങൾ ഒരു കളവും പറഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ആരംഭപ്പൂവായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തങ്ങളുടെ തന്നിഷ്ടത്തിന് ഒരു വാക്കുപോലും തങ്ങൾ പറയില്ല എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കണം. എന്താ രണ്ടും തമ്മിൽ മാറ്റം? ആരംഭപ്പൂ പറയുന്ന ഒന്നും തന്നെ കളവായിരിക്കില്ല. രണ്ടാമത് തങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിന് ഒരു കാര്യം പോലും പറയാറില്ല. എല്ലാം അള്ളാഹുവിന്റെ വഹി മുഖേന മാത്രമേ പറയാറുള്ളൂ. അങ്ങനെയുള്ള മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ ഈ മാ ബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന്. അതായത് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് കാണണ്ടേ പ്രിയമുള്ളവരെ? നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകം പറയുന്നത് തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം ആരോഗ്യം എന്നുള്ളത്, ഇന്നുള്ള ആരോഗ്യം നാളെ നമുക്ക് റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ്, അല്ലേ? അപ്പൊ അതിന് എപ്പോഴും ദുആ ചെയ്യണം. മുമ്പൊരിക്കൽ നമ്മൾ ഇതേപോലെ ഉംറ ക്ലാസ് എല്ലാം പങ്കെടുത്ത് ഉംറക്ക് പോവാൻ തയ്യാറായ ടീം പോവാൻ സമയത്ത് അതിലൊരു മകന് വീണു, അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞു, അദ്ദേഹത്തിന് ആ യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ചിന്തിച്ചു ഓരോ അവസ്ഥകൾ. ഇന്നലെ എന്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഉംറ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ അവരുടെ വാഹനം ആക്സിഡന്റ് ആയി. അങ്ങനെ അതിൽ 4 പേര് ഗുരുതരാവസ്ഥയിലാണ്. എത്ര വേദനയുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ആക്സിഡന്റിന്റെ വേദന ഒന്ന്. രണ്ടാമത്തെ പരിശുദ്ധ ഹറമിലേക്ക് പോവാ, അത് ക്യാൻസൽ ആയി അവരുടെ ട്രിപ്പ്. അങ്ങനെ എന്നോട് വിഷമത്തോടെ പറയാണ് 10 പേരാണ് ക്യാൻസർ ആയത്. കാരണം ഒരു സംഘത്തിലുള്ളവരാണ്, സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് മാനസിക വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. പടച്ചോനെ ഞങ്ങൾക്ക് റാഹത്തിലാക്കാൻ എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ ഉംറ ചെയ്യുന്ന ഭാഗ്യവാന്മാരെ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇനി നമ്മുടെ ഉംറയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആമുഖമായി സൂചിപ്പിക്കാം. കേൾക്കറിയില്ലേ? എല്ലാവരും ഗൗരവത്തിൽ കുറച്ച് സ്ട്രോങ് കൊടുക്കാം. മുസ്ലിയാരെ സ്ട്രോങ് അല്ലേ, നിങ്ങളായിട്ട് സ്ട്രോങ് കൂടണ്ട. അപ്പോ ഇനി ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മള് പരിശുദ്ധ ഉംറക്ക് പോവാൻ. അപ്പൊ ഉംറക്ക് പോകുമ്പോ നമ്മൾ ഏതൊരു യാത്രയുടെയും വിജയം എന്നുള്ളത് ഉസ്താദ് എത്രയൊക്കെ അരമുണ്ട് കെട്ടി ഇറങ്ങിയാലും രാപ്പകലില്ലാതെ നിങ്ങളെ കൂടെ കൂടാമെന്ന് ആഗ്രഹിച്ചാലും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഘം പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ സഹവാസത്തോടെ മുന്നോട്ട് പോകണം. മനസ്സിലായില്ല? ആദ്യമായി നമ്മളെ മനസ്സിലുള്ള കാര്യം വേണ്ടത്. അതായത് ഇന്നു മുതൽ എന്നല്ല, നമ്മൾ എന്താണ് ആരംഭപ്പൂവിന്റെ മദീനയിലേക്ക് പോവാൻ ഭാഗ്യം ലഭിച്ച കുടുംബം. നമ്മൾ ആലോചിക്കുക, നമുക്ക് കുടുംബങ്ങൾ പലതുണ്ട്. നമ്മുടെ ഭാര്യ വീട്ടുകാര്, അല്ലെ, ഭർത്താവിന്റെ വീട്ടുകാര്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ കുടുംബക്കാര്, ഉപ്പയുടെ കുടുംബക്കാര്. അതിനേക്കാളൊക്കെ ഉത്തമല്ലേ മുത്തിന്റെ മദീന, പരിശുദ്ധ കഅബാലയം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണാൻ പോകുമ്പോ എനിക്ക് ആ യാത്രയിൽ ലഭിച്ചൊരു കുടുംബം, അത് വലിയ തൗഫീഖാണ്. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധം ഇതുപോലെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന രീതിയിലാക്കി തരുമാറാവട്ടെ. അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കാം, ഞാൻ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ്. പ്രായമുള്ള ഉപ്പാരുണ്ടോ? ഈ പ്രിയപ്പെട്ട ഉപ്പ പ്രായമുള്ള ഉപ്പയാണ്. അപ്പൊ പ്രായമുള്ള ഉപ്പമാരൊക്കെ ഉണ്ടാവും, പ്രായം കുറഞ്ഞവരുണ്ടാവും. അപ്പൊ പ്രായമുള്ളവരെന്താ ചെയ്യുക? പ്രായം കുറഞ്ഞവര് പ്രായമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനസ്സ് ആദ്യം വെക്കാം. ഒരു ഖിദ്മ. ഉമ്മമാര്, പ്രായമുള്ള ഉമ്മമാരുണ്ടാവും, പ്രായം കുറഞ്ഞ ഉമ്മമാരുണ്ടാവും. അപ്പോ പ്രായം കുറഞ്ഞവരെന്ത് മനസ്സിലാക്കുക? അള്ളാഹു എനിക്ക് ഇത്ര ചെറുപ്പത്തിലെ ഈ ആരോഗ്യമുള്ള സമയത്ത് പോകാൻ തൗഫീഖ് തന്നില്ലേ? ആ ഇതേ ഉമ്മമാർക്കും പ്രായമുള്ളവർക്കും ആ സമയത്തും പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് അള്ളാഹു കൊടുത്തത് ഈ സമയത്താണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഉംറയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി എപ്പോഴും, ഇന്ന് മുതൽ എന്നല്ല, ഞങ്ങോട്ട് എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട കാര്യം, എന്തു വിഷയങ്ങൾ നമുക്ക് അറിയണം എന്നുള്ളത് വന്നാലും, എന്ത് വിഷയം, ഉംറല്ലേ, ഇതൊരു വലിയൊരു സംഭവമാവും. ഇതിൽ പല കാര്യങ്ങളും അറിയേണ്ടതുണ്ടാവും, ചോദിക്കേണ്ടതുണ്ടാവും. ചില കാര്യങ്ങൾ കാണുമ്പോൾ തെറ്റുദ്ധാരണ ഇബ്ലീസ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലല്ലോ, അല്ലെ? അപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് എന്ത് വിഷയങ്ങളുണ്ട്, ഇത്താത്ത അവിടെ ഇരുന്ന് ഫ്രണ്ട് ഇരുന്നോളി. അപ്പൊ എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തുറന്ന് ഉസ്താദിനോട് ചോദിക്കാം.
തുറന്ന് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരെയും മനസ്സിലെന്താണ് നിർബന്ധ ബുദ്ധി വേണം. മനസ്സിലായില്ലേ? അതായത് തുറന്ന് ചോദിക്കാം. ഇപ്പൊ തുറന്നു ചോദിക്കാൻ പേടിക്കാൻ മാത്രം ഷെയ്ഖായി നിൽക്കുന്ന ഉസ്താവെന്നല്ല. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും ഒരു മകന്റെ പ്രായമുള്ളൂ അല്ലേ? എന്നെ കണ്ടിട്ട് എത്ര തോന്നുന്നു? കൂടുതൽ തോന്നോ? ആരും നല്ല പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പല പേരക്കുട്ടിന്റെ പ്രായമുള്ളൂ അല്ലെ? അപ്പൊ ഒരു പേരക്കുട്ടിയോട് ചോദിക്കുമ്പോൾ ധൈര്യമായി ചോദിക്കുക. എന്ത് കാര്യം? ഇത് പറയാൻ കാരണം നമ്മൾ വലിയ ഒരു യാത്രക്കാ പോകുന്നത് അല്ലെ? അള്ളാന്റെ ഹറമിലേക്കാ പോകുന്നത്. ഒരു യാത്രയാവുമ്പോ നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചില്ല, ഉസ്താദ് ഞാൻ അങ്ങനെ ഭാവിച്ചു, ഇങ്ങനെ ഭാവനകൾ പലപ്പോഴും നമ്മുടെ യാത്രയിൽ ഇതിനെ കുടുങ്ങില്ല. പക്ഷെ പലപ്പോഴും തെറ്റിദ്ധാരണകൾ എന്ത് ചെയ്യും? വലിയ വിഷമങ്ങൾ ഉണ്ടാകും. അത് വരാതിരിക്കാനാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളൊന്ന് വീട്ടിൽ പോയി, ഉംറ ക്ലാസ് എല്ലാം കഴിഞ്ഞു പോയി. അപ്പൊ ഉസ്താദ് പറഞ്ഞ ഇന്ന കാര്യം ഇപ്പൊ എന്തായിരുന്നു? ഇത് സംശയം തോന്നി, ചോദിക്കാം. മുസ്ലിയാർ എപ്പോഴും എന്താ ചെയ്യുക? വാട്സപ്പിൽ വന്നാൽ നമ്മൾ എന്ത് വിഷയം ചോദിക്കാം. അല്ലാതെ അതിനിപ്പോ എങ്ങനെ ഉസ്താദിന് ചോദിക്കാം, അതിപ്പോ ഒരു മോശമായി പോവും, അങ്ങനെ സംഗതിയേ അവിടെ ഇല്ല. അങ്ങനെ നിങ്ങൾ തുറന്ന മനസ്സോടെ നിൽക്കുമ്പോഴാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു യാത്രയാവുള്ളൂ അല്ലേ? അള്ളാഹു അങ്ങനെ നല്ലൊരു സ്നേഹബന്ധത്തിലൂടെ പോയി വരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഉംറയിലേക്ക് കടക്കുമ്പോ ആമുഖമായി പറയട്ടെ, ആദ്യം തന്നെ നമ്മൾ ഉംറയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. ഏതൊരു അമലിനും നിയ്യത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നിയ്യത്താണ് അതിന്റെ ഏറ്റവും പ്രാമുഖ്യമായ കാര്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, പരിശുദ്ധ ഉംറയ്ക്ക് നമ്മൾ തയ്യാറാവുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ ഹറമ് കാണാനൊരു അവസരത്തിലേക്ക് എത്തല്ലേ? ഇങ്ങനെ എത്തുമ്പോ ചിലപ്പോ നമ്മുടെ അയൽവാസി നബീസ് വന്നിട്ട് പറയുന്നത്, എടിവിടെ എനിക്ക് ഇത്ര ഭാഗ്യം കിട്ടിയടി, അങ്ങനെ 2-3 ആൾ പറയുമ്പോ ശരി എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഭാഗ്യം ഉണ്ടല്ലേ എന്ന് നമ്മുടെ ചിന്ത മാറാൻ പാടില്ല. അവൾക്ക് എന്താ മനസ്സിലായല്ലേ? നമ്മുടെ നീയത്തിൽ കളങ്കം വന്നാൽ ആ അമല് വെറുതെയായി പോവും. അള്ളാഹ് കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് സാമ്പത്തികം മുടക്കി അങ്ങനെ അവിടെ എല്ലാം പോയി, എന്നിട്ട് പരിശുദ്ധ ഉംറ എല്ലാം കഴിഞ്ഞു വന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ ഉംറ സ്വീകാര്യോഗ്യമായില്ലെങ്കിൽ നമ്മുടെ അധ്വാനമെല്ലാം വെറുതെയായില്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ നീയത്ത് നമ്മൾ എല്ലാവരും ശരിയാക്കണം. എന്താ നീയത്ത്? ഞാൻ ഉംറക്ക് പോകണമെന്നുള്ള നീയത്തോ? അങ്ങനെയല്ല, അള്ളാഹിന്റെയും റസൂലിന്റെയും പൊരുത്തത്തിന് വേണം എന്റെ ഈ ഒരു ഉംറ. ഒരുപാട് കാലം ഞാൻ എന്റെ സ്വന്തം സ്റ്റഡീച്ചക്ക് വേണ്ടി ജീവിച്ചു. എന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, എത്ര സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ നിസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ടാവാം. എത്ര സാഹചര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞു പോയി, നമീമത്ത് പറഞ്ഞു പോയി. ഇതെല്ലാം മാറി എന്റെ ജീവിതം ഒന്ന് സംശുദ്ധമാവണം. അപ്പൊ അതിനു വേണ്ടി എന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ പോവാൻ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് നിർബന്ധമായി എപ്പോഴും വേണം. അപ്പോഴേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. നമുക്ക് അവകാശപ്പെടാൻ ഒരു യോഗ്യതയില്ല. ഉണ്ടോ? നമുക്കിങ്ങനെ ഉംറ ചെയ്യാം, ഉസ്താദിനെ കൂടെ വന്നെല്ലാം ചെയ്തരാം. പക്ഷെ റബ്ബിന്റെ അടുത്താണ് സ്വീകാര്യ യോഗ്യത എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ഉംറ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മ എല്ലാവരും നിയ്യത്ത് റെഡിയാക്കിയല്ലേ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉംറക്ക് പോകുന്നത്. എനിക്ക് ഈ ഉംറ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പോക്കനാണെങ്കിൽ തിരിച്ചു വരുമ്പോ മുഹമ്മദ് ആയിരിക്കണം. പോകുമ്പോ നബീസു ആണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോ ഖദീജ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ പേര് മാറ്റാനല്ല പറഞ്ഞത്. ഖദീജ എന്ന് പറയുമ്പോ ആരംഭപ്പൂവിന്റെ സഹധർമ്മിണിയുടെ ആ ജീവിതം. അപ്പൊ പോകുമ്പോ ഞാൻ എങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പല കാര്യം വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്റെ ജീവിതം ഞാൻ മാറ്റിയിരിക്കും എന്നുള്ള നിയ്യത്തിലായിരിക്കണം. അള്ളാഹ് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മളെല്ലാവരും നിയ്യത്ത് എല്ലാവരും റെഡിയാക്കില്ലേ? അങ്ങനെ നിയ്യത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉംറ എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാല്, അതായത് ഉംറ ചെയ്ത് ഇറങ്ങിയ ഒരു മുഅ്മിനെ കുറിച്ച് ഹജ്ജും ഉംറയും പറയുന്നിടത്തെല്ലാം കാണാം. ഉംറ ചെയ്ത് കഴിയുമ്പോ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എങ്ങനെയാണോ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്, അതുപോലെ ആയിരിക്കും അവരുടെ ജീവിതം. അത്ര ക്ലിയർ ആയിരിക്കും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോ അത്ര ഭാഗ്യമായ, അത്ര വലിയ തൗഫീഖിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അല്ലെ? അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഉംറ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ ആയി മാറണം. എന്നാൽ ഈ രൂപത്തിൽ ആവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒന്ന് നമ്മൾ നിയ്യത്ത് റെഡിയാക്കി.
രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ നീയത്തിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉംറ കഴിഞ്ഞാല് അടിമയും ഉടമയും തമ്മിലുള്ള എല്ലാ വിഷയവും അള്ളാഹ് പൊരുത്തപ്പെടും. അടിമയും ഉടമയും തമ്മിലുള്ള എല്ലാ വിഷയവും അള്ളാഹ് പൊരുത്തപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ എന്തായാലും മോശമായ ഒരു ഹറാമ് കണ്ടുപോയി, മനുഷ്യ സഹജല്ലേ, അള്ളാഹ് പൊരുത്തപ്പെടും. മോശമായ ഒന്ന് സംസാരിച്ചു പോയി, അള്ളാഹ് പൊരുത്തപ്പെടും. പക്ഷേ അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ സ്വാഭാവികമാണ് നമ്മുടെ ജീവിതം. ചിലപ്പോ നമ്മൾ അയൽവക്കത്തല്ല, നേരെ അയൽവാസിയാവും. ആ സാധു മതിൽ കെട്ടിയപ്പോ അതിർത്തി ചെറുതായൊന്ന് കയറിപ്പോയി. ആ സാധു നിരവരാതിയാ, പണിക്കാരൻ്റെ നിന്ന് കയറിപ്പോയതാ. പക്ഷേ അതിന്റെ പേരിൽ അന്നു മുതൽ ഒരു 5.5 കിൻഡൽ നമ്മുടെ മുഖം അങ്ങനെ കനപ്പിച്ച് ഞാൻ കൊണ്ടിരിക്കാം. കാരണം ഇന്റെ സ്ഥലത്ത് ഓളുകൊണ്ട് മതിലിട്ടിയത് മനസ്സിലായി. ചെറിയ നിസ്സാര വിഷയം. അന്നു മുതൽ അവരെ ബന്ധമേ മുടങ്ങി. നിങ്ങൾ ആലോചിച്ചോക്കി, അയൽവാസി താത്ത വന്നിട്ട് അല്പം പഞ്ചസാര എടിപ്പളെ കുറച്ച് പഞ്ചസാര ഇടും. അപ്പൊ കൊണ്ടുപോയപ്പോ ആ ഇത്താത്ത സാധു എത്ര അളവ് നോക്കാൻ മറന്നുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോ പഞ്ചസാര 2 മണിമുത്ത് കുറഞ്ഞിട്ടുണ്ട്. ഈ ഇത്താത്തക്ക് കറക്റ്റ് കണക്കറിയാം. അന്ന് പോയിക്കാണ്ടല്ലേ ഓളെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് അത് ഇങ്ങനെ മനസ്സ് കൊണ്ടുവന്ന് 4 ആളോട് പറയാ. ഇതൊക്കെ നമ്മളെന്താ, അടിമയും തമ്മിലുള്ള വിഷയം അല്ലേ? നമ്മൾ ആലോചിച്ച്, നമ്മളെ പുരുഷന്മാർ നമ്മുടെ ജീവിതത്തിൽ എത്ര പേരെ നമ്മൾ വാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പൊരുത്തപ്പെടിപ്പിക്കാൻ നമ്മൾ റബ്ബിനടുത്ത് പോകണേ, ക്ലിയർ ആക്കാൻ വേണ്ടി. അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അടിമകളുമായുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കണം. അത് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വിഷയമാണ്. നമ്മൾ ഉസ്താദ്മാരെ പറയുന്നുണ്ട്, നിങ്ങൾ പരിഹരിക്കുന്നില്ല, നിങ്ങൾ വെറുതെ ഉംറക്ക് പോകണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചതിന്റെ ഗൗരവം മനസ്സിലായി. ഒരാൾക്ക് തോന്നാണ്, ഞാൻ ഇപ്പൊ ഓളം മുമ്പിൽ താവേ, അതിന്റെ വലിയ ഇമേജ് പ്രശ്നം, അങ്ങനെ താന്നിട്ടുള്ള പോക്ക് വേണ്ട. ഇപ്പൊ മരോളും അമ്മായും വൻ അടിയായിരിക്കും, വൻ പ്രശ്നങ്ങളായിരിക്കും. മനസ്സിലായില്ല? വൻ പ്രശ്നങ്ങളാണ്. അമ്മായും ഒന്ന് പറയുമ്പോൾ മരോൾ 2 പറയും. ഇങ്ങനൊക്കെ കുടുംബത്തിൽ ഉണ്ടാവാം. അങ്ങനെ ഈ മരുമകൾ പറയണം, ഉമ്രക്ക് പോകുമ്പോ ഞാൻ എന്റെ ഉമ്മാനെ മുമ്പിൽ, അല്ലെങ്കിൽ അമ്മായിമാർക്ക് ഉമ്രക്ക് അവസരം കിട്ടി, ഉമ്മ പറയാ, പിന്നെ ഞാൻ ഓളം മുമ്പിൽ തല ഒരിക്കേ, അതൊന്നും ഇതിനെക്കൂടെ നടക്കൂല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ചിന്ത വന്നാൽ തന്നെ നമ്മൾ ഉമ്ര പോയി. മനസ്സിലായി? വെള്ളത്തിൽ എഴുതിയതുപോലെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്റെ റബ്ബിനോട് ഈ അങ്ങോട്ടുള്ള ജീവിതം നല്ല റാഹത്തിലുള്ളതാവണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് എല്ലാം ക്ലിയർ ആക്കി പോകണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ, അടിമകളുമായി ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബി നമ്മൾ പൊരുത്തപ്പെട്ടിരുന്ന, മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമാണ്. ചിലപ്പോ ദേഷ്യം കൂടുതലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പൊരുത്തം പിടിപ്പിക്കാൻ പോകുമ്പോ എനിക്ക് പൊരുത്തം തരൂല, ഒന്നും തരൂല ദേഷ്യത്തോടെ പറയും. നമ്മൾ വിഷമിക്കണ്ട. നമ്മൾക്കുള്ള കൽപ്പന എന്താ, നിങ്ങൾ പൊരുത്തം ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായല്ലേ? ഒരാൾ പൊരുത്തപ്പെട്ട് എന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവട്ടാ. നീയത്ത് റെഡിയാക്കി എല്ലാവരും പൊരുത്തം പിടിച്ചില്ല. നമ്മള് പൊരുത്തം എവിടെ പദ്ധതി തീരുമാനിച്ചു, നമ്മള് നാട്ടിൽ പോയിട്ടല്ലേ ചെയ്യേണ്ടത്. അപ്പൊ പൊരുത്തം പിടിപ്പിക്കാനെല്ലാം കഴിയും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സമ്പാദ്യം 100% ഹലാലായിരിക്കണം. സമ്പാദ്യം. ഈ ഉംറ എന്നുള്ളത് ഇപ്പൊ ഒരു ട്രെൻഡാണ്. മനസ്സിലായില്ലേ? ഉംറ എന്നുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ ട്രെൻഡാണ്. അവളും പോയി, നമ്മളിപ്പോഴത്തെ കദീസ് പോയി. ഇനിയിപ്പോ ഇതിലധികം കദീസ് ഉണ്ടെങ്കിൽ പ്രശ്നമാക്കാണ്ട് നിങ്ങളെല്ലാം ഉദ്ദേശിക്കണം. നമ്മളൊരു സാങ്കല്പിക കദീസാണ് ഉദ്ദേശിച്ചത്. അപ്പോഴത്തെ നബീസ് പോയി. ഇനി ബീപ്പാത്ത് പോവാവുന്ന ഞാൻ മാത്രമേ പോവാത്തുള്ളൂ. ശരി, ഓടിക്കാം. അപ്പോ എല്ലാവരും പോയി. ഇനി ഞാൻ പോയില്ലേ എങ്ങനെയെന്നുള്ള വല്ലാത്തൊരു ഇമേജ് കുറവ് കൊണ്ട് എന്ത് ചെയ്യാ, മോനോട് ചോദിച്ചു, മോന് സാധു അതിന് പൈസ ഇല്ല, എന്നാൽ എന്റെ സ്വർണം വേണ്ടി വിൽക്കാൻ നോക്കിയപ്പോ വിൽക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാൽ നേരെ കൊണ്ടുപോയി എന്ത് ചെയ്യാ, പണയം വെക്കാം. പിന്നെ പോകില്ലല്ലോ, പൈസ കിട്ടും ചെയ്യും, നമ്മുടെ സ്വർണം എന്തായി നഷ്ടപ്പെടില്ല, ഉംറ കിട്ടും. ഇങ്ങനെയുള്ള നിയ്യത്ത് ഇന്നല്ലാഹ യൻദുറു ഖുലൂബികുന്നല്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപഹരിച്ചിട്ടോ ഉള്ള സമ്പാദ്യം കൊണ്ടുപോയാൽ പരിശുദ്ധ ഉംറ നമ്മുടെ സ്വീകാര്യോഗ്യമാവില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ നമുക്ക് സമ്പത്ത് തരാണെങ്കിൽ അവരോട് ചോദിക്കണം, ഈ സമ്പത്ത് പരിപൂർണ്ണ ഹലാലാണോ എന്നുള്ളത്. ഭർത്താവിന് ബിസിനസ് ആണ് ജോലിയെങ്കിൽ ആ ഭർത്താവിന്റെ ബിസിനസ് ആളുകളെ കൺകെട്ടിയുള്ള ബിസിനസ് ആണെങ്കിൽ ആ പൈസ ഹറാമാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള പൈസ എന്ത് ചെയ്യണം, ഹലാല് മാത്രമല്ല സാമ്പത്തികം കൊണ്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ള സാന്ദർഭികമായി സൂചിപ്പിക്കാം. ഇപ്പൊ 2-3 കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മളിപ്പോ സമ്പത്ത് റെഡിയാക്കി, നെയ്യത്ത് റെഡിയാക്കി, എല്ലാവരും പൊരുത്തം പിടിച്ച് ഞെക്ക് റെഡിയായി.
ഇനി നമ്മൾ ഒരു ഉംറ എന്ന് പറയുമ്പോൾ വലിയൊരു യാത്രയാണ് നമ്മൾ പറഞ്ഞില്ലേ. ഈ ഒരു ഉംറയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് യാത്രക്ക് ഒരു തടസ്സവും വരാതെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിൻ പരിസരത്തുള്ള ഒരു 5 മഹാന്മാരെങ്കിലും, 5 4 3 പരിസരത്തുള്ള ഇപ്പൊ നമ്മളൊക്കെ ഏകദേശം ആൾക്കാർക്ക് പരിസരത്തുള്ള മഹാനാണ് നമ്മുടെ കീഴ്ശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അല്ലേ, തിരുപ്പഞ്ചി ഉസ്താദ് അല്ലെ, വലിയൊരു മഹാനല്ലേ, വലിയ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയ. മടവൂര് ഇഷ്ടംപോലെ, നമുക്കൊക്കെ മക്ബറകൾക്ക് ഒരു കുറവല്ല, പരിസരത്ത് ഇഷ്ടംപോലെ മസാറുകളുണ്ട്. ഒരു 5 ആളെങ്കിലും സിയാറത്ത് ചെയ്യാം. എന്തിനാ സിയാറത്ത് ചെയ്യുന്നത്? അവിടൊക്കെ പോയി ദ്വാരക്കാം. ഞാനിങ്ങനെ ഉംറക്ക് ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു തടസ്സം വരുന്നത്. നമ്മളെ കുഞ്ഞമ്മക്ക് മമ്പുറത്തിന്റെ ആളാണ്, ആ മമ്പുറത്ത് പിന്നെ അത്താണിയാണ്. അപ്പൊ അവിടെ പോയി ദ്വാരക്കാം. നമ്മളൊരു ഉംറക്ക് കൊണ്ട് തടസ്സങ്ങൾ വരാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എല്ലാവർക്കും പൊരുത്തം വാങ്ങാം. ഇതൊന്നും നിർബന്ധം, ഇത് ഉംറയിലെ ലാസിമല്ല, മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നിർബന്ധമുള്ള കാര്യം. എന്ത്? നീയത്ത് റെഡിയാക്കണം, സമ്പത്ത് ഹലാലാവണം, പൊരുത്ത് പഠിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പള്ളിയിലെ ഉസ്താദിനൊക്കെ ദുആ ചെയ്യിപ്പിക്കാം. എന്ത് കാരണം? അവരൊക്കെ ചിലപ്പോൾ ആ ഒരു ദുആ, അല്ലാഹു നിങ്ങളെ യാത്ര റാഹത്തിലാക്കട്ടെ, ചിലപ്പോൾ അവര് വാക്കാവും നമ്മളെ വിജയം. മനസ്സിലായില്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണറിയോ? നമുക്ക് അങ്ങോട്ട് അള്ളാന്റെ ഹറമിലെത്തണം. അതിനു വേണ്ടി എന്തെല്ലാം വഴികളുണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യാം? നല്ല വഴികളാക്കിക്കൊണ്ട് സ്വീകരിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം? ഉസ്താദ്മാരൊക്കെ പോയി ദുആരക്കാം. ഞങ്ങൾ ഉംറക്ക് കൊണ്ട് ഉസ്താദെ ഒക്കെ റാഹത്തിലാവാൻ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം? ദുആ ചെയ്യണമെന്ന് പറയാം. അപ്പൊ അവരൊക്കെ ദുആന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ യാത്ര റാഹത്തിലാവും. അള്ളാഹു റാഹത്തിലാക്കി തെരുമാറാവട്ടെ. മറ്റൊരു കാര്യം, നമ്മൾ യാത്രയുടെ മുമ്പ് നമ്മളെ വീട്ടില് ഒരു നല്ലൊരു ബദർ മൗലൂദ്, കാമിലായ ബദർ മൗലൂദ്. ബദർ മൗലൂദ് 2 രൂപത്തിലുണ്ട്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ ബദർ മൗലൂദ് ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ഭാഗം, അതായത് ആ ബദരീങ്ങളുടെ പേര് മാത്രം വിളിച്ചുള്ള ബദർ മൗലൂദ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ എന്തുട്ട മനുഷ്യന്മാരും ഉണ്ട്, ഇല്ല, ഒന്നുമില്ല, ഒരു റെസ്പോൺസും ഇല്ല. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലേ, അല്ലേ? അപ്പോ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് ബദർ മൗലൂദ് ആ രൂപത്തിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് കാമിലായ ബദർ മൗലൂദ് നമ്മുടെ വീട്ടിൽ നടത്താം. എന്താണ് ഈ ബദർ മൗലൂദ് ഒക്കെ ചൊല്ലിയാലുള്ള ഗുണം? ആ ബദരീങ്ങളെ കാവലുണ്ടാവും. നമുക്ക് പോകണ്ടേ? ആ ബദരീങ്ങൾ, ആ ബദർ യുദ്ധം നടന്ന, ആ ഘോരമായ യുദ്ധം നടന്ന സ്ഥലം കാണണ്ടേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊരു വലിയ യാത്രക്ക് പോവാണല്ലേ. അപ്പൊ യാത്ര എന്നുള്ളതിനെ കുറിച്ച് ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, അസ്സഫറു ഖിത്ഉഅതും മിനൽ അദാബ്. യാത്ര എന്നുള്ളത് അദാബിന്റെ ഒരു കഷ്ണമാണ്. അപ്പൊ നമ്മൾ കേൾക്കും, പടച്ചോനെ ദൂരെ അദാബാവൻ കഷ്ടപ്പാടായിരിക്കും. അങ്ങനല്ല. ഒരു യാത്രയാവുമ്പോ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മ ഒറ്റടിക്കാണ് പ്രഷറായിട്ട് എത്താൻ പോയില്ലേ. എങ്ങനെ ചോദിച്ചാല് അള്ളാന്റെ ഹറമിന് ആ ഒരു സഭ തന്നെ അലങ്കോലാവൂലേ? ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാ? നിങ്ങൾ എങ്ങനെ എന്തോ ദേഷ്യം വന്നപ്പോ എന്ത് ചെയ്യാ? അങ്ങോട്ട് കുസു കുസു പറയാം. കുസു കുസു പറയാൻ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഈ കുസു കുസു മലയാളം എനിക്കല്ല, അറിയാവുന്ന പോലെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ? ചെറിയ കാര്യങ്ങൾക്ക് വരെ അക്ഷമരായി പോവാം. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹ് നല്ല ക്ഷമ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു 2 ലോഡ് ക്ഷമ കൈ പിടിച്ചോളി. മനസ്സിലായി? എന്നാൽ തന്നെ മക്കൾക്ക് മദീനത്ത് പോകുമ്പോൾ ചിലപ്പോൾ അടുത്ത 1/2 ലോഡ് അവിടുന്ന് കടം വാങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുന്നല്ല, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ട് വരും. നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായില്ലേ? എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു വിഷമമില്ലാതെ നമ്മുടെ ഹാജിമാര് കരിപ്പൂരിന് കയറി തിരിച്ച് കരിപ്പൂർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ അബ്ദുൽ സമദ് ഉസ്താദ് ചിരിച്ചുകൊണ്ട് പോകണം. പ്രിയപ്പെട്ട കുഞ്ഞമ്മക്ക് ചിരിച്ചുകൊണ്ട് പോകണം. ഈ സലാമുക്ക് എല്ലാവരും തിരിച്ചു പോകുമ്പോ എന്നോട് സ്നേഹത്തോടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കാം. എന്നിട്ട് എന്നെ അറിയിക്കാം, ഉസ്താദെ ഞങ്ങൾക്ക് എന്നാലും ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും പരിഹരിക്കാൻ കഴിയുമോ? അതിനല്ല മുസ്ലിയാരെ കൂടെ ഉള്ളത്. അല്ലാതെ അങ്ങനെ ഷെയ്ഖായി കൊണ്ട് ഇങ്ങനെ കോട്ടും സൂട്ടിട്ട് മുമ്പ് നടക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനാണ്. അപ്പൊ ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവണം. യാത്രയാണ്, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ മുന്നോട്ട് പോകണം എന്നുള്ളത് എല്ലാവരും ഓർമ്മയുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോ ഏകദേശം കാര്യമൊക്കെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഉംറയിലേക്ക് വരട്ടെ. ഉംറയിലേക്കല്ല, ഉംറയുടെ തുടക്കത്തിലേക്ക്. ഇന്നെത്രയാ ഡേറ്റ്? ജൂലൈ 3. അപ്പൊ ജൂലൈ 3 ഇപ്പൊ വരണ്ടേ? ജൂലൈ 12 വരൂ. അതല്ലേ? അങ്ങനെ വരാമോ? മനസ്സുകൊണ്ട് വരീന്ന്. എന്റെ എന്നാലേ പറയണ സംഗതി മാച്ചാവുള്ളൂ. നിങ്ങൾ ജൂലൈ 3 നിന്ന് കഴിഞ്ഞാൽ ജൂലൈ 12 വിഷയം പറഞ്ഞേ. ജൂലൈ 12 ആവുമ്പോ ഞാൻ പോകുന്ന ദിവസം എന്താ? ജൂലൈ 13. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ കയറണം. സ്ത്രീകളും കാണും, പുരുഷന്മാരും കാണും. കാരണം എന്താ വെച്ചാല് ചിലപ്പോ നമ്മളെ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടാവും നമ്മുടെ ഉംറയില്.
അപ്പൊ ചിലപ്പോൾ ഭർത്താക്കന്മാർ എന്തിക്കും, ഞാൻ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഓൾ കയറില്ല കുഴപ്പമില്ല, ശരിയാണ്, നല്ല അഭിപ്രായമാണ്. പക്ഷെ ഈ പുതിയാപ്പിള സാധു അതിന്റെ ജോലി തിരക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ഫിക്കറായി പോകും. അപ്പൊ ആ സാധു ചില കാര്യം നോക്കാൻ വിട്ടുപോകും അല്ലെ. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ പലതും കയറി പോയിട്ടുണ്ടാവും വന്ന മെസ്സേജുകൾ. അപ്പൊ എന്ത് ഉപയോഗിക്കും, പലതും അറിഞ്ഞില്ല എന്നുള്ളത് വരാതിരിക്കാനാ പറഞ്ഞത്. കഴിയുന്ന എല്ലാവരും എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ കയറാം. എല്ലാ ഇൻഫർമേഷനും ഗ്രൂപ്പ് വഴി അറിയിക്കട്ടാ. പിന്നെ വിളിച്ചു അറിയിക്കും. അപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ചാല് നമ്മൾ ജൂലൈ 12 ആ ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ട്. ഇനി നമ്മൾ യാത്രയിലേക്ക് ഒരുങ്ങാം. യാത്രയിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ശരീരമാസകലനം ഉള്ളും പുറവും വൃത്തിയാക്കാം. ഒരു ആമുഖം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സംഗതികളൊക്കെ. പുറത്ത് കാണുന്ന ഭാഗം മാത്രം മുഞ്ചു കൂട്ടി വരും, അങ്ങനെയല്ല വേണ്ടത്. ആരംഭ പോയിന്റിലേക്കല്ല പോണേ, പരിശുദ്ധ കഅബാലയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരീരമാസകലം നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളും പുറവും നല്ല ഫ്രഷ് ശരീരത്തോടെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. ഈ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഉംറ യാത്രയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പീരീഡ്സ് ആവാൻ സാധ്യത ഉണ്ട് അല്ലെ. 10-15 ദിവസം യാത്ര അല്ലേ. അതായത് ചില പെണ്ണുങ്ങൾക്ക് ഇന്ന് അവിടെത്തി നാളുകളാവും. അത് സ്ത്രീയുടെ സാഹചര്യങ്ങളാണ്. അപ്പോ നേരത്തെ നമ്മൾ ഡോക്ടറെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന് പരിഹാരം എന്നുള്ളത് കാണും. ഡോക്ടറെ കണ്ടാൽ ഒരു ഗുളിക തരും. ആ ഗുളിക കുടിച്ചാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഗുളികൾ ഉണ്ടാവും. അതെന്തെയും അവർ പരിഹാരം കാണിച്ചു തരും. അത് പ്രത്യേക ഓർമ്മയുണ്ടാവണം. കഴിഞ്ഞ ഉംറയുടെ മുമ്പത്തെ ഉംറയ്ക്ക് നമ്മൾ ഇഹ്റാം ചെയ്യാൻ നേരത്താണ് ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞത്, സോറി അതിന്റെ പുതിയാപ്പിള എന്നറിയ ഉസ്താദിന്റെ പെണ്ണുങ്ങൾക്ക് എന്തായി ലീവായി. എന്ത് ചെയ്യണം, അള്ളാന്റെ ഹറമിലേക്ക് പരിശുദ്ധ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മുഅ്മിന് പോവുകയാണ് എങ്കിൽ അവരുടെ മീഖാത്ത്, ഇപ്പൊ നമ്മത് പറയാം, വേറെ വേറെ മീഖാത്താ. മീഖാത്ത് എന്ന് പറഞ്ഞാൽ അതിർത്തി. അപ്പോ നമ്മുടെ ഇന്ത്യക്കാരുടെ മീഖാത്താണ് യലംലം എന്ന് പറയുന്ന സ്ഥലം. യലംലം എന്നുള്ളത് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നതിന്റെ മധ്യേന വരാം. അതായത് നമ്മളപ്പോ നല്ല ഉറക്കത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ മീഖാത്ത് വിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്, അല്ലാതെ പോവൽ ഹറാമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഈ ഒരാൾക്ക് പീരീഡ് സൈൻ ചെയ്ത് എന്ത് ചെയ്യും, വല്ലാത്ത അവസ്ഥ അല്ലേ. അവര് ഇഹ്റാം ചെയ്യണം, മനസ്സിലായില്ലേ. പക്ഷെ ഇഹ്റാം ചെയ്യുന്ന പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു, അള്ളാന്റെ ഹറമൊക്കെ നമ്മൾ ആദ്യമായിട്ട് പോവല്ലേ. ഫസ്റ്റ് ഉംറ എന്നാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉംറയാണ്. ആ ഒരു ഉംറക്ക് നമുക്ക് ശുദ്ധി കുറവുള്ള സമയമായി കഴിഞ്ഞാൽ ഉംറക്ക് എന്തായാലും പോകാൻ കഴിയില്ല, നമ്മൾ റൂമിൽ പോയി ഇരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കൂടെ വന്ന് എല്ലാവരും സന്തോഷത്തോടെ പോകുമ്പോ നമ്മളിങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം, അങ്ങനെ അവസ്ഥ നമുക്ക് ആർക്കും ഒന്നും തരാതിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം, സ്ത്രീകൾ ആ കാര്യം നേരത്തെ ഓർമ്മയുണ്ടാവണ്ട ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ എല്ലാ കാര്യം എല്ലാവരും മനസ്സിലായില്ലേ. അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ജൂലൈ 13 നമ്മളെ ഉംറയുടെ ദിവസത്തിലേക്ക് വരാം. ഉംറയുടെ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് പോകുന്ന ദിവസമല്ലേ, എല്ലാം നമ്മളെല്ലാ സംഗതിക്ക് യാത്ര പറഞ്ഞു, സാധനം റെഡിയാക്കി, എന്തൊക്കെ സാധനം വെക്കണ്ടേന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യാത്രയുടെ മുമ്പ് നേരത്തെ നമ്മളെ കാണാൻ വേണ്ടി പലരും വരും, സ്വാഭാവികല്ലേ. നമ്മൾ അയൽവാസികൾ വരും, പേരക്കുട്ടികൾ വരും, പലരും വരും. അപ്പൊ നമ്മ അയൽവാസിയായ നമ്മളെ കദീസ് പറയാണ്, എടി പിന്നെ ചില പോകുമ്പോഴേ ഇച്ചു വേണ്ടി ദ്വാരക്കാണ്ടാണ്. ഞാൻ ഇച്ചൊന്നും പറയല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞതാണ്. അപ്പൊ ഇച്ചു വേണ്ടി ദ്വാരക്കാണ്ടാണ് അവർക്ക് പോവല്. അപ്പൊ നമ്മൾ സെന്റിമെന്റ്സ് അടിച്ച് ഞാനൊക്കെ ഇപ്പൊ ദ്വാരന്നാണ് എങ്ങനെ, നമ്മള് ഓൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഡബിൾ സെന്റി അങ്ങോട്ട്, ഞാനൊക്കെ ഇപ്പൊ ദ്വാരക്കാൻ മാത്രമേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ, അങ്ങനെ സെന്റി അല്ല അവിടെ വേണ്ടത്. ഇത് നമ്മളെ മഹത്വം കണ്ടതല്ല അല്ലെ. മുസ്ലിയാർ വന്ന് പലരും പറയും, ഉസ്താദ് നിങ്ങൾ അള്ളാന്റെ ഹറമിൽ പോകുമ്പോ ഞമ്മക്ക് ഞങ്ങളുടെ എത്താൻ ദ്വാരക്കാൻ പറയുമ്പോ എന്റെ മഹത്വം കണ്ടിട്ടല്ല, നമ്മൾ ചെന്നെത്തിപ്പെടുന്ന സ്ഥലത്തിനൊരു മഹത്വമുണ്ട്. ആ ഒരു സ്ഥലത്തിന്റെ പവിത്രത മനസ്സിലായിക്കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ആരും ദുആ വസിയ്യത്ത് ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ പോയി ദുആർക്കണ്ട്, നിങ്ങൾ എന്റെ യാത്രകൾ റാഹത്തിലാവാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആർക്കിട്ടാ. ഞാൻ പോയി കഴിഞ്ഞാൽ ഒക്കെ റാഹത്തിലാവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആർക്കണ്ട്. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ എന്ത്, നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും വരുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ കുളി നേരത്തെ തീർക്കാം. നമ്മൾ ഈ കല്യാണത്തിനുണ്ട പുതിയാപ്പ എല്ലാവരും ചോറിനെ കാത്തിക്കാം, ചോറിന് കഴിഞ്ഞിട്ട് എല്ലാവരും കാത്തിക്കാം. പിന്നെ പുതിയാപ്പ ഇറങ്ങാനായില്ലേ, ഇല്ല ആയില്ല, എന്ത് സംഭവം, മൂപ്പര് കുളിക്കാൻ കയറിയിട്ടുള്ളൂ മനസ്സിലായി. എന്നിട്ട് എല്ലാവരും കാത്തിക്കും പുതിയാപ്പ പോയി കുളിക്കാണ്, കുളിച്ച് ഒരുങ്ങാണ്. ഈ ഒരു സാഹചര്യം മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുളിച്ച് നമ്മളെ വീട്ടിൽ പോയിട്ട് വരുമ്പോ അവരെ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് വേറെ തന്നെ സന്തോഷമല്ലേ. കുറച്ച് ശബ്ദം കൂടിയോ. അപ്പൊ നമ്മൾ നേരത്തെ റെഡിയാവാ എന്നർത്ഥം. ആ പറഞ്ഞിട്ടാണ്, ആ കുളിയുടെ മുമ്പ് നമ്മുടെ നഖം വെട്ടണം, നമ്മുടെ ശരീരങ്ങൾ ഫുള്ള് വൃത്തിയാക്കാം, മീശയും താടിയൊക്കെ നല്ല വെട്ടി നല്ല സുന്ദരമായി അടിപൊളി ഫ്രഷ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റെഡിയായി നമ്മൾ കുളിച്ച്. ഈ കുളിയുടെ സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കണം. എന്താണ്, ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് കുളിയിൽ കുളിക്കുന്നു. ഇഹ്റാമിന്റെ മുമ്പുള്ള
സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെക്കാം. അങ്ങനെ നമ്മൾ ആ നിയ്യത്ത് വെച്ചിട്ട് ആ നിയ്യത്ത് മറന്നു വെച്ച പ്രശ്നമല്ല, പക്ഷെ അത് ഏറ്റവും അഫ്ളലായ കാര്യമാണ്. സുന്നത്ത് കുളി നമ്മൾ ഇഹ്റാമിന് മുമ്പ് സുന്നത്ത് അങ്ങനെ നമ്മൾ കുളിക്കുന്നു. കുളിയെല്ലാം കഴിഞ്ഞു. നമ്മൾ കുളിക്ക് ശേഷം നേരെ വന്ന് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ആ സുന്നത്ത് ഏതാ? യാത്രയുടെ മുമ്പുള്ള നമ്മൾ സഫർ പോവല്ലേ, അങ്ങനെ സുന്നത്ത് നിസ്കാരത്തെ ചൊല്ലാനുള്ള കാണാൻ നമ്മൾ കിതാബ് കിട്ടും, അതിലൊക്കെ പറയാം, അത് പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പറയാ, പഠിച്ചോനെ, ഞാൻ എന്റെ ഹറം ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് കൊതിച്ച് നീ തന്ന അനുഗ്രഹമാണല്ലോ അല്ലാഹ്, എനിക്ക് അവിടെ എത്തണം, ഇതുവരെ എത്തിയില്ല ഞാൻ, എന്നെ വഴിയിൽ ഒട്ടും ഒരു വിഷമം ഉണ്ടാവരുത്. രണ്ടാമത് റബ്ബിനോട് പറയാ, അള്ളാഹുവേ, ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ സമ്പത്തിനെയും എല്ലാം ഇവിടെ വെച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഭർത്താക്കന്മാരല്ല, ഭാര്യമാരെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ എല്ലാം ഞാൻ ഇവിടെ വെച്ചല്ലേ പോകുന്നത്. അള്ളാഹുവേ, എൻ്റെ എല്ലാത്തിലും അവിടുന്നുള്ള കാവൽ വേണം എന്നുള്ളത് റബ്ബിനോട് ആത്മാർത്ഥ ദുആയിരിക്കാം. ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? വീട്ടിലാണ്, യാത്ര പോകാണ്. എവിടെ ഉള്ളത്? ക്ലാസ്സിലോ? അത് കുഞ്ഞിളം മനസ്സിൽ കള്ളമില്ല പറയും പോലെ. ഇപ്പം പറഞ്ഞ 3 റെഡിയാണ് അല്ലേ? ശരിക്കും ഉള്ളവിടെ നിസ്കാര ഉപായത്തിലല്ലേ, മുസല്ലല്ലേ ഉള്ളത്? ഞാൻ ദുആല്ലേ പറയണേ. അപ്പൊ നിങ്ങൾ മനസ്സിങ്ങനെ പോന്നാ മതി. ഞാൻ നിസ്കാരം പറയുമ്പോൾ നിസ്കാരത്തിൽ എത്തി കേട്ടാ, നമ്മൾ ഇനി ഉംറക്ക് പോവാണേ. അപ്പോ നമ്മളിപ്പോ എന്താ, നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ഇന്ന് ദുആയിരുന്നില്ലേ? ആ ദുആ കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഉണ്ടാവും, നമ്മളെ മക്കളുണ്ടാവും, പേരമക്കളുണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, ഉംറക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഉംറന്റെ അമല് മാത്രമല്ല നമ്മൾ പഠിക്കണ്ടേ, അതിലേക്ക് പോകുന്ന വഴികളൊക്കെ ക്ലിയർ ആക്കി പോകുമ്പോഴല്ലേ ആ അമലിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതിനാണ് ആ വഴികളെ കുറിച്ച് പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മളെ മക്കളുണ്ട്, പേരമക്കളുണ്ട്, മൂത്തച്ഛനുണ്ട്, ഇളച്ചനുണ്ട്, ഇളച്ചിയുണ്ട്, എല്ലാവരും ഉണ്ടാവും, സ്വാഭാവികം ഉണ്ടാവും. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയം കാത്ത് നോക്കി അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് സാധാരണ നമ്മളുടെ നാട്ടിൽ പതിവുണ്ട്. ഞാൻ മുമ്പൊക്കെ കണ്ട സംഭവം, ഇതുപോലെ ഒരു ഉംറ യാത്രയപ്പോൾ വന്നെടുത്തപ്പോഴേ അത് നടന്നിപ്പോ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പുരുഷനാണ് സങ്കല്പിക്കാം. ആ പുരുഷൻ നടന്ന് എല്ലാവരോടും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, എല്ലാവരോടും സലാം പറയാം. മനസ്സിലായില്ലേ? ഇവിടെ ആരുണ്ട്? മൂത്തച്ചിയുണ്ട്, ഇളച്ചിയുണ്ട്, എല്ലാം ഉണ്ട്. ആ പറക്ക് എല്ലാവർക്കും സലാം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നേ. കാരണം അവരും പഠിച്ചോനെ, ഇത് മൂത്തച്ഛൻ പോയില്ലേ, ആ കയ്യൊന്ന് പിടിച്ച് പറക്കത്ത് വാങ്ങാ, തനിച്ച ഹറാമാണത്. മനസ്സിലായില്ലേ? അത് സംഭവിക്കരുത്. അള്ളാന്റെ ഹറമുക്ക് പോകുമ്പോ തുടക്കം തന്നെ നമ്മൾ കരടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോകും. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ചിലപ്പോ നമ്മൾ ചെറുതായ നമ്മൾ വീട്ടിൽ കന്ന മൂത്തച്ഛയായിരിക്കും, നമ്മളെ ഉമ്മാനെ പോലെ നമ്മൾ നോക്കിയതാവും. ഏത് ഉമ്മാനെ പോലെ ആണെങ്കിൽ മൂത്തച്ഛൻ എന്നല്ലേ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണം. അനിയ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ മൂത്തച്ഛന് ഒരു കുടുംബനാഥനെ പോലെ എന്റെ വീട്ടിൽ മൊത്തം നോക്കി നടന്ന ആളാ, ഞാൻ സലാം പറയാൻ പോയാൽ ഭയങ്കര മോശമായി പോവോ? അങ്ങനെ എന്താ ചെയ്യാ നമ്മള്? അല്ല, അതെ, അദ്ദേഹം പറഞ്ഞ രൂപം ഈ കയ്യണ പറഞ്ഞത് മനസ്സിലായേ? അത് ഈ പൊതു പറയേണ്ട രൂപം ഞാൻ പറഞ്ഞ കേട്ടാ. അപ്പൊ നമ്മൾ മൂപ്പരെന്താ വിചാരിക്കാം, ഞാൻ ഒരു ഉംറ കിട്ടിയപ്പോ എന്തോ പറഞ്ഞില്ലേ, ഞാനെന്തോ വലിയതായി തോന്നും, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതെന്താണ്? തനിച്ച് ഹറാമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇനി എന്താണ് രൂപം അല്ലെ? ഇനി പറയാതെ പോയാൽ എല്ലാവരും എന്ത് പറയും? ഓളിപ്പോ വലിയ ഉംറക്കാരത്തി, വലിയ അതെന്തായാലും പറയും സ്വാഭാവികമായിട്ട്. അപ്പൊ പാടില്ല. നമ്മൾ നമ്മളെ ഉമ്മാനോടും ഉപ്പാനോടും അവനാന്റെ പ്രിയതമയോടും സലാം പറയാം. മനസ്സിലായല്ലേ? പുതിയനോട് പുതിയനോട് പറയാം, ഉമ്മാനോട് ഉപ്പാനോട് പറയാം. ഇവരെല്ലാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. ബാക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആരിക്കട്ടെ. അല്ലെ യാത്ര റാഹത്തിലാവാൻ വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി ദുആരിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആരിക്കണ്ട്. അസ്സലാമു അലൈക്കും പോരെ? പൊതു സലാം പറഞ്ഞാൽ ആർക്കും വിഷമല്ല. ഉപ്പാനും ഉമ്മാനും ഭാര്യനെയും അതൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ, അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉപ്പ, ഉമ്മ, ഭാര്യ എന്നിട്ടാ ഈ കാര്യം ശ്രദ്ധിക്കണം. അത് പലയിടത്തും ശ്രദ്ധിക്കാറില്ല. ഇതിന്റെ തുടക്കം തന്നെ കരട് കുടുങ്ങും. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹുവേ. ഇനി നമ്മളിപ്പം എല്ലാവരും ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കല്ലേ. ഇപ്പൊ നമ്മൾ യാത്രയുടെ എല്ലാ കാര്യങ്ങളായാലേ. ഇനി ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ബാഗിനെ കുറിച്ചും പരിചയപ്പെടാം അല്ലേ? ഇതുകൊണ്ടേ ബാഗിനെ കുറിച്ച് പരിചയപ്പെടുന്നത് എന്തോ ഒരു പ്രത്യേക പഠിക്കാനുള്ള ബാഗൊന്നുമല്ല. ഈ ബാഗിൽ എന്തെല്ലാം വെക്കണ്ട എന്നുള്ളതാണ് ഇനി പരിചയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ബാഗ്. ഇതിന്റെ പേര് ഹാൻഡ് ബാഗ് അല്ല, ഇത് ലഗേജ്. ഇത് ലഗേജ് ബാഗ് ആണ്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗ് വേറെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കാണില്ല നിങ്ങൾ ഈ ഭാഗം,
ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ ഉപ്പാരും ഉമ്മാരും അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇത് ഹാൻഡ് ബാഗ്. അപ്പോൾ നമ്മളെ ഉമ്മ ആയിരിക്കും നമ്മുടെ കൂടെ. ഇപ്പൊ നമ്മളെ ഇത് ഒരുക്കുന്നത് നമ്മളെ മക്കളോ പേരക്കുട്ടികളോ മരക്കളോ ആയിരിക്കും അല്ലെ, ഇത് റെഡിയാക്കി തരുന്ന സ്വാഭാവികമായിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, വലുതാക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ ഉപ്പാക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ഉപ്പാക്ക് അറിയും അല്ലെ, എങ്ങനെ എഴുതിയാലോ മനസ്സിലാവണേ. ഇപ്പൊ അഷ്റഫാണ് പേരെങ്കിൽ വലുതാക്കി അഷ്റഫ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ വെച്ചോളി കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഇതെന്താ അറിയാം, നമ്മൾ ഫുൾ സ്റ്റാൻഡേർഡിൽ ചെയ്ത് കൊടുത്ത്. അപ്പൊ ഉണ്ടായ ബുദ്ധിമുട്ടെന്താ അറിയോ, നമ്മളാ ഇംഗ്ലീഷൊക്കെ എഴുതിയാൽ ഫുള്ള് അപ്പം കുറെ പലർക്ക് വായിക്കാൻ തന്നെ തിരിയില്ല, മനസ്സിലായില്ല? അപ്പൊ ഓരോരുത്തരും അറിവ് ഓരോരുത്തർക്ക് അറിയാം. വലുതാക്കിയിട്ട് എന്ത് ചെയ്യാ, അബ്ദുസമദ് അല്ലെങ്കിൽ സിറാജ് വേണ്ടതുപോലെ, അല്ലെങ്കിൽ എന്താ ചെയ്യാ ഒരു 10 എന്തെങ്കിലും കോഡ് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുന്ന ഇതിലിടാ. ഇതിലും അതുപോലെ തന്നെ ഇവിടെ, കാരണം ഒരുപോലത്തെ 35ഓളം ബാഗ് ഉണ്ടാവും നമ്മളെ കൂടെ, ഒരേ രൂപത്തിലേക്ക് ഉണ്ടാവാം. അതുകൊണ്ട് ഇതിലും അങ്ങനെ തന്നെ ഇടാം. രണ്ടാമത്തെ കാര്യം, ഇതേ രൂപമായിരിക്കും മൊത്തം ബാഗും. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഈ ഇതിലുണ്ടല്ലോ, ഇവിടെ ഈ ഭാഗത്ത് ഒരു റിബൺ കെട്ടാം. ആ റിബൺ എന്താ ചെയ്യുക, ഒരു കളറാവരുത്, ഒരു മഞ്ഞ ഒരു കറുപ്പും അല്ലെങ്കിൽ ഒരു ചുവപ്പും ഒരു വെളുപ്പും, എന്തിനാ 2 കെട്ടണം അറിയോ? ചിലപ്പോൾ നമ്മളിങ്ങനെ ഒക്കെ കെട്ടി വീട്ടിൽ നിന്ന് ഉഷാറാക്കി എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മളെ കൂട്ടുകാരിന്റെ ബാഗ് ഒരേ കളറാണ്, സിംഗിൾ കളറായാലേ, കാരണം റിബൺ ആകെ 3-4 കളറല്ലേ ഉള്ളൂ. അപ്പൊ 2 കളറായി കെട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താ, ഇതവിടെ എയർപോർട്ടിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നത് മുതൽ തിരിച്ചെത്തുന്ന അവിടെ ഇറങ്ങാൻ എല്ലാ സംഭവം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇട്ടുണ്ട്. സാധാരണ ഇവിടെ കമ്പ്യൂട്ടർ വെച്ച് കാണിച്ചു കൊടുക്കുന്ന പതിവ്, പക്ഷെ ഇന്ന് നമുക്ക് ഇവിടെ സാഹചര്യം അനുകൂലമല്ല. അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പോകുന്ന രൂപങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ കാണിച്ചിട്ടാ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പലപ്പോഴും ഉപകാരപ്പെടും. യാത്രയിലൊക്കെ നമ്മളെ ബാഗ് മാറിപ്പോകില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വെക്കേണ്ട സംഗതികളാ പറയണേട്ടാ. ആദ്യം ഇതിൽ വെക്കേണ്ട പറയുക, ഇതാണ് ഇമ്പോർട്ടന്റ്. പുരുഷന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ലഗേജ് റെഡിയാക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതിൽ നമ്മൾ പുരുഷന്മാര് ഉംറയുടെ വസ്ത്രം നിർബന്ധമായി വെക്കാം കേട്ടാ. അപ്പോ ഉംറ വസ്ത്രം പറഞ്ഞാൽ ഇതാണ് ഉംറ വസ്ത്രം, അതായത് 2 തുണി വാങ്ങാത്തവർ ശ്രദ്ധിക്കുക, കോട്ടന്റെ തുണി വാങ്ങാൻ ശ്രമിക്കുക. വാങ്ങിയവർ ഇനി പ്രശ്നമാക്കൊന്നും വേണ്ട, കാരണം ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ നിലവിൽ ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം പഴുക്കാനുള്ള ചൂടാണ്. അപ്പോൾ ഈ ചൂടുള്ള സാഹചര്യത്തിൽ കോട്ടനും കൂടെയാണ് എന്താ വളരെ എളുപ്പമാണ് നമുക്ക് ഇങ്ങനത്തെ വസ്ത്രമാണെങ്കിൽ. 1, 2 നമുക്ക് പിന്നെയും ഉപയോഗിക്കാം, മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് നമുക്ക് തുണിയാക്കി ഉപയോഗിക്കാമല്ലോ കോട്ടൺ ആകുമ്പോൾ കേട്ടാ. ഇനി മറ്റത് വാങ്ങിയൊരു വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഈ ഹാൻഡ് ബാഗിൽ മറക്കുകയും ചെയ്യരുത് ഇത് വെക്കാൻ. കാരണം നമ്മൾ ഇവിടുന്ന് പോയി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇഹ്റാം ചെയ്യും. എയർപോർട്ടിൽ അതിനകത്ത് പള്ളിയിൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് നമ്മള് എല്ലാവരും പുരുഷന്മാർ ഡ്രസ്സ് മാറ്റി എന്ന് പറയുമ്പോ, ഉസ്താദെ ഇന്ത്യ ഞാൻ എടുത്തില്ലല്ലോ, മറന്നുപോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, മനസ്സിലായില്ലേ? മുമ്പ് ഒരിക്കലും സുഹൃത്ത് മറന്ന്, എന്നിട്ട് എന്താ ചെയ്തത്, ആ ഉസ്താദിന് തലയെക്കിട്ട് ഓരിയിട്ടിട്ടുകൊണ്ടെന്ന്. കാരണം ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പുരുഷനക്ക് ഈ 2 വസ്ത്രങ്ങളെല്ലാം ധരിക്കാൻ പറ്റൂല. അത് ഉംറയിൽ എത്തുമ്പോൾ പറഞ്ഞുതരാം, മനസ്സിലായി? അതുകൊണ്ട് മറക്കരുത്, വൃത്തിയായി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവും. ഷാദ ഗ്രൂപ്പിനും പറയൂട്ടാ. ഇത് നമ്മള് ഇപ്പോഴത്തെ അവിടുത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 സെറ്റ് തന്നെ ധാരാളം. 2 ഉണ്ടായാൽ വളരെ നന്നായി, 2 കൂടുതൽ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ അലക്കിയിട്ടാണ് ജസ്റ്റ് മുകളിൽ കൊണ്ടുപോയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് സംഗതി ഉണങ്ങും. നമ്മുടെ നാട്ടിലേക്ക് കമ്പയർ ചെയ്ത് ഇവിടെ അനങ്ങിയാൽ മഴയല്ലേ, അവിടെ അനങ്ങിയാൽ വെയിലാണ്. അത് 2 മാറ്റതാണ്. അപ്പൊ എന്താണ് വാഷ് ചെയ്ത് കൊണ്ടുപോയിട്ടാൽ സംഗതി എന്ത് ചെയ്യും, അപ്പൊ തന്നെ ഉണങ്ങും. 2 കൂട്ടം തന്നെ ഉണ്ടായിക്കോട്ടെ. ഇങ്ങനത്തെ വസ്ത്രം 2, കാരണം ചില ഉംറ പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് വേറെ ദൂരെ പോകേണ്ടിണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വൃത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ബുദ്ധിമുട്ടാകാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇത് 2 കൂട്ടം, അതിൽ 1 കൂട്ടം മതി വെച്ചാൽ മതി. ഇതിൽ 1 കൂട്ടം മാത്രം മറ്റേ വെച്ചാൽ. രണ്ടാമത് കാര്യം, പവർ ബാങ്ക് അല്ലേ, പവർ ബാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നവര്, ഉപയോഗിക്കാത്തത് കുഴപ്പമില്ല. പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സംഗതി ഉണ്ടാവും, ഒരു കട്ട. അതെന്ത് ചെയ്യാ, ഇതിൽ തന്നെ വെക്കാം, ലഗേജിൽ വെക്കാൻ പാടില്ല കേട്ടാ. മൂന്നാമത് കാര്യം എന്ന് വെച്ചാൽ കത്രിക, കത്തി, ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അത് ഇതിലേ വെക്കാവും, അത് ഇതിൽ വെക്കാൻ പാടില്ല. കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, വളരെ സരളമായിക്കൊണ്ട മനസ്സിലാവുന്നത്. അപ്പോ ഇതിലിപ്പോ പറഞ്ഞില്ല ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ അത്യാവശ്യമായി കഴിക്കേണ്ട, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കരിപ്പൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ശരാശരി നമുക്ക് യാത്ര ഉണ്ടാവും ഫ്ലൈറ്റില്, ശരാശരിയാ പറയണ്ട. ആ സമയത്ത് നമ്മൾ കയറുമ്പോൾ ഭക്ഷണം തരും നിങ്ങൾക്ക് എല്ലാവർക്കും. ആ ഭക്ഷണത്തിന് പുറമെ നമ്മൾ എന്താണ്, നമ്മൾക്ക് ചിലപ്പോ എന്തെങ്കിലും വിശപ്പുണ്ടാവും, പ്രായമുള്ളവന്മാര് പലല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു നേന്ത്രപ്പഴമൊക്കെ ജസ്റ്റ് ഇതി വെക്കാം, അഥവാ വിശന്ന കഴിക്കാന് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും. അത് കിട്ടുന്ന എന്താണ്, പൊന്നിന്റെ വില കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ ഒരു നേന്ത്രപ്പഴം വെച്ച് നമുക്ക് ആവശ്യം കഴിക്കാം.
അതുപോലെ തന്നെയാണ് നമുക്ക് ഗുളികല്ലേ, സ്ഥിരം ഗുളിക കുടിക്കുന്നവരുണ്ടാവും. അതിന് യാത്രയിൽ അത്യാവശ്യമുള്ള ഗുളിക മാത്രം ഇതിൽ വെക്കാം. പിന്നെ നമ്മുടെ ഉംറയുടെ കിതാബിൽ വെക്കാം. ഇത്ര കാര്യം. അതുപോലെ തന്നെ പാസ്പോർട്ട്, വിസ എല്ലാം ഇതിൽ വെക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിനാണ് ഈ സംഗതി. ഇനി നമ്മൾ ഈ ലഗേജ് ബാഗിനെ കുറിച്ച് പറയട്ടെ. ലഗേജ് ബാഗ് നമ്മുടെ വസ്ത്രങ്ങൾ മുഴുവൻ ലഗേജ് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ ഇവിടുന്ന് എത്രയാണോ കൊണ്ടുപോകുന്നത് ആ തൂക്കം തിരിച്ചു വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാവില്ലേ? ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എന്തായത് നമ്മളെ ഇഷ്ടം കൂടെ നമ്മളെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ നമ്മളെ മരോട് എന്ത് ചെയ്യും, എൻ്റെ ഉപ്പ പോകുമ്പോൾ കുടുങ്ങരുത്, എല്ലാം കുത്തി നിറച്ചു. ഡ്രസ്സ് തന്നെ 5 കൂട്ടം, അതുപോലെ തന്നെ ബാക്കി എല്ലാം ഉഷാറാക്കി വെച്ചെന്ന് പോകുമ്പോൾ അവിടെ കിലോ നോക്കുമ്പോൾ എന്തായി 20-21 കിലോനായി. സങ്കല്പിക്കാൻ ചെലവില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടുത്തെ സുഖി 21 കിലോ. അപ്പൊ ഒന്നും കുഴപ്പമില്ല. ഇത് കുഴപ്പമെന്ന് വെച്ചാല് നിങ്ങൾ ഉംറെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എല്ലാവരും പർച്ചേസ് പോകുന്ന സംഭവമുണ്ട്. നമുക്കുണ്ടാവില്ലേ 15 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ പേരക്കുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടാൻ പോയിണ്ടാവില്ലേ? ഇനി പൂതി ഇല്ലാത്തവർക്കും അവിടെ എത്തുമ്പോൾ എന്തായി പലരും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എനിക്കും എന്തെങ്കിലും വാങ്ങണ്ടേ. ആ സമയത്ത് കിലോ പറ്റൂല. 25 കിലോനെ നമുക്ക് ആകെ അലോടുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് എത്രയാണോ കൊണ്ടുപോകുന്നത് അത് എത്ര കൊണ്ടുപോയാൽ കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോ 25 പറ്റുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ 25 പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ കിലോ ഇല്ല. അതുകൊണ്ട് പോകുമ്പോൾ എന്താ ചെയ്യാ, ഒരു 2 കൂട്ടം ഡ്രസ്സ്, മാക്സിമം 3 കൂട്ടം, 3 അതിലപ്പുറം എടുക്കാക്ക ഒക്കെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മുകളിൽ കൊണ്ടുപോയിട്ട് ഉറങ്ങും. അപ്പോണോ ആ രൂപത്തിനാളുടെ ചൂടും കാര്യങ്ങളില്ലേ. അതുകൊണ്ട് ആ കാര്യം ഓർമ്മയുണ്ടാവാം. ഡ്രസ്സ് അതുപോലെ തന്നെ ഇതിലെന്താ ഞങ്ങള് ബാക്കി കത്രിക ഇതിൽ വെക്കേണ്ടി പറഞ്ഞില്ലേ. ബാക്കി പ്രാഥമിക ആവശ്യമുള്ള ഞാൻ പറഞ്ഞില്ലേ, തലവേദന, പനി, വയറുവേദന, വയറിളക്കം എല്ലാത്തിനും കുറച്ച് ഗുളിക കയ്യിൽ വെച്ചോളി. എന്താ കാരണം അറിയോ? ഈ സൗദി അറേബ്യത്തൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഒരു പല്ലുവേദന വന്നു, നമ്മുടെ നാട്ടിൽ പോയാൽ കടയിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് തരും അല്ലേ. എന്നാൽ അവിടെ അങ്ങനെയല്ല. അവർ തരല് 1 ഡസനാ. ആ ഒരു പേക്ക് അതേ തരുള്ളൂ. അപ്പൊ എത്ര എമൗണ്ട് നിങ്ങൾ ആലോചിക്കും. ആകെയുള്ള ഒരു പല്ലുവേദന, ഇത് 15 പല്ലുവേദനന്റെ ഗുളിക അവർ തരും. സിംഗിൾ കിട്ടൂലെന്നർത്ഥം. അതുകൊണ്ട് എന്താ ചെയ്യാ, കഴിഞ്ഞ അങ്ങനത്തെ പ്രാഥമിക അത്യാവശ്യങ്ങൾ വന്നാലുണ്ടാവുന്ന കാര്യങ്ങൾക്ക് ഇതിൽ വെക്കാം കേട്ടാ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ എന്റെ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാല്, അതുപോലെ തന്നെ ചില ഉമ്മമാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിച്ച് ശീലം ഉണ്ടാവും അല്ലെ. നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും അവസരമല്ലേ. അപ്പൊ അങ്ങനെ ചൂടുകളൊക്കെ ഇടയ്ക്ക് കുടിക്കാന്നുള്ളത് എന്താ ചെയ്യാ, ഒരു ചെറിയ ഫ്ലാസ്ക് വെക്കുക. രാത്രി നമ്മൾ റൂമിൽ നിന്ന് മുകൾക്ക് പോകുമ്പോഴേ പ്രിയപ്പെട്ട ഉപ്പാക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ എപ്പോഴും കുടിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊണ്ടുവച്ച റൂമിൽ നമുക്ക് കുടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വെക്കേണ്ടത് കേട്ടാ. അപ്പൊ ഒരു ബേസിക്കായി മനസ്സിലായി. രണ്ടും എന്താ സംഗതി മനസ്സിലായില്ലേ? അല്ലാഹുവേ. അപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് എവിടെയാണ്? ശരി, അത് പഠിച്ചു പോയി മുസ്ലിം വല്ലാതെ വളർക്കണ്ട. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ഉള്ളത് ലഗേജ് റെഡിയാക്കി. അങ്ങനെ നമ്മൾ യാത്ര സലാം പറയില്ലേ, സലാം പറയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ടതെല്ലാം ചൊല്ലാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എല്ലാം ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ നിന്ന് വലത് കാലം എല്ലാവരും ഇറങ്ങുക. എന്നിട്ട് വാഹനത്തിൽ കയറുക. ശരിയല്ലേ? സാറങ്ങളിൽ അപ്പൊ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. നോക്കിയാ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും വലത് കാലം ഇറങ്ങുക, എന്നിട്ട് വാഹനത്തിൽ കയറുക. റെഡിയല്ലേ? റെഡിയാണ് ഉസ്താദ്. ഉസ്താദ് എന്തായാലും ഉള്ളതല്ലേ പറയുള്ളൂ. അല്ല ഇറങ്ങുമ്പോ ഇടത് വെച്ചും ഇറങ്ങണം. മനസ്സിലായില്ലേ? നമ്മൾ ഒരു കാര്യത്തില് നമ്മളെ വീട്ടിലേക്ക് ആ യാത്രയില് ഏറ്റവും നല്ല എന്താണ്, നമ്മൾ ഇറങ്ങി തിരിച്ചു വീട്ടിൽ കയറണാണ് ഏറ്റവും ഹൈറ്. അപ്പൊ കയറുമ്പോ വലത് വെച്ച് കയറണം. മനസ്സിലായി? നമ്മൾ ഇറങ്ങണല്ലോ. ഇനി നമ്മൾ അള്ളാന്റെ ഹറമ്പ് പോകുമ്പോ വേറെ ഇത് തുടങ്ങുള്ളൂ യാത്ര. അതേ സമയത്ത് ഇറങ്ങിയിട്ട് വാഹനത്തിൽ കയറലെങ്ങനെ വലത് വലിച്ചതല്ലേ. അപ്പൊ ഇത് നമ്മുടെ ഇറക്കാണ് കേട്ടാ. അപ്പൊ എല്ലാം ശ്രദ്ധിക്കാം, ഇടത് കാലം വെച്ച് ഇറങ്ങാട്ടാ. അങ്ങനെ നമ്മൾ ഇറങ്ങി വാഹനത്തിൽ കയറി നമ്മൾ യാത്ര തുടർന്നു. ഇനി നമ്മൾ എയർപോർട്ടിലെത്തി. എല്ലാവരും മനസ്സുകൊണ്ട് എയർപോർട്ടിൽ എത്തിയില്ലേ? എയർപോർട്ടിൽ എത്തിയ ഉടനെ നമുക്ക് ഇതുപോലത്തെ സംഗതി വരും. നമ്മളെ ഫോട്ടോ ഉണ്ടാവും. എല്ലാവരും ഓർമ്മയുണ്ടാവും. ഇന്ന് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ അയക്കാം. എല്ലാവരും ഇട്ടാം കളർ ഫോട്ടോ അയച്ചില് പാസ്പോർട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. പക്ഷെ അടുത്ത ഞാൻ അത്ര വൃത്തി ഉണ്ടാവില്ല. ഇതുപോലെ വൃത്തിയിൽ കിട്ടണമെങ്കിൽ എല്ലാവരും ഫോട്ടോ ഞാൻ വാട്സപ്പിലേക്ക് അയച്ചിടാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക, ഇതുപോലെ ടാഗ് നമുക്ക് എല്ലാവർക്കും തരും കഴുത്തിടാൻ. ഓക്കെ, ഈ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടാഗ് ഇനി നമ്മളെ യാത്ര കഴിഞ്ഞ് തിരിച്ച് കരിപ്പൂരിലെത്തുന്നവരെ നമ്മൾ കൂടെ ഉണ്ടാവണം. അതിനർത്ഥം കിടക്കുമ്പോഴോ കുളിക്കുമ്പോഴോ കൂടി വേണമെന്നല്ല. മനസ്സിലായില്ലേ? ഈ ടാഗ് നമുക്ക് എന്താ എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടാവാൻ പറയുന്നത് കാരണം ഇതിലുണ്ടാവും നിങ്ങൾക്ക് ഹസന. ഇവിടെ ഹസന എന്നുണ്ടാവും, ഹസന ട്രാവൽസ്.
നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാ വന്നത് ഇന്ത്യക്കാരാണെന്നുള്ള ഇതിലുണ്ടാവും, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഇതിലുണ്ടാവും. മനസ്സിലായില്ലേ? എവിടെയെങ്കിലും പോയി കുടുങ്ങിയാലേ അതൊക്കെ ഇതിനെന്താണ് ഫുൾ പ്രൂഫ് ഉണ്ടാവും എന്നർത്ഥം. അതിനാണ് ഇത് നിങ്ങൾക്ക് ഇടണം പറഞ്ഞിട്ടാ. എവിടെയെങ്കിലും കുടുങ്ങിയെങ്കിൽ ആലോചിക്കേ, സൗദി അറേബ്യ പോയിട്ട് എവിടെയെങ്കിലും കുടുങ്ങി, നിങ്ങൾ പോയി ഏതോ ഒരു കാട്ടർബിനെത്തി, അങ്ങോട്ട് കൂടെ മിണ്ടാൻ കഴിയണ്ടേ? അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ സംഭവം ഇല്ലാക്കാൻ, അല്ലാതെ സംസാരിക്കാൻ കഴിയുള്ളവർക്ക് കൂടെ പോകാനും പിടിച്ചിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ സാധാരണക്കാരെ കുറിച്ചാണ് പറയുന്നേട്ടാ. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാം. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പാസ്പോർട്ടും വിസയും നമ്മുടെ കയ്യിൽ തരും. അത് നമുക്ക് എല്ലാവരും, അതും നമ്മുടെ കയ്യിൽ എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എയർപോർട്ടിലെത്തി, നമുക്ക് എന്താ പാസ്പോർട്ട് തരുന്നു, വിസ തരുന്നു, അതുപോലെ തന്നെ ഈ ടാഗ് തരുന്നു. ഈ സംഗതി ഇതുവരെ മനസ്സിലായില്ലേ? അപ്പൊ ഇതുവരെ നടന്നൊക്കെ ചെറിയ രൂപത്തിൽ മനസ്സിലായെങ്കിൽ എന്തോ ഒരു മഴ പെയ്ത് പോഞ്ഞ തോന്നുന്നുണ്ടോ? അല്ലേ? ഓക്കെ, അല്ലാ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, പോലീസുകാരുണ്ടാവും, നമ്മളെല്ലാ സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവും. എന്തിനാ പറഞ്ഞതെന്നറിയോ? ചെറിയൊരു ധാരണ നമ്മൾ മെയിൻറ്റെയിൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. അതിനു വേണ്ടി ഇതൊക്കെ പറഞ്ഞു തന്നെ. മുമ്പ് പോയവരെ കുറിച്ചല്ല ഈ പറയുന്നത്, പുതുതായി പോകുന്നവർക്കാണ് നമ്മൾ എന്ത് വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടാ. ആ കയറുമ്പോൾ തന്നെ നമ്മളെ പാസ്പോർട്ടും ആദ്യം കാണിച്ചു കൊടുക്കുക. അവിടെ കയറുമ്പോൾ പോലീസ് ഉണ്ടാവും. ഒക്കെ ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടാ വാട്സപ്പ് ഇട്ടിട്ട്, അത് നമുക്ക് വീട്ടിൽ സൗകര്യം പോലെ ഇത് കാണാം. അതിനുവേണ്ടി വീഡിയോ കാണിച്ചിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചില കുടുംബത്തിന് 5 ആളുണ്ടാവും, ചില കുടുംബത്തിന് പ്രിയതമയും സഹധർമ്മനും ഉണ്ടാവും. ആരാ പ്രിയതമ സഹധർമ്മം പറഞ്ഞാൽ? അല്ല, പ്രായമുള്ളപ്പാരുമായി എത്താ പോയില്ലേ പറഞ്ഞു. അപ്പൊ പ്രിയതമനും സഹധർമ്മനും പറഞ്ഞാൽ മരിക്കോൾ അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു അങ്ങനെ നമ്മളെല്ലാവരെയും സ്നേഹബന്ധമാക്കി തരുമാറാവട്ടെ. അത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് നമ്മുടെ പ്രിയതമ്മന്റെ എത്തിരിക്കാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവും എപ്പോഴും, അല്ലെ? അവല്ലാവർക്കും അവനാന്റെ പുതിയനക്ക് ഇന്റെ പുതിയാപ്പനെ എത്തിക്കാനേ ആഗ്രഹം ഉണ്ടാവും. ഇനി എല്ലാം പറയുന്നത് വേണ്ട, നമുക്കറിയാം. അപ്പൊ സ്വാഭാവികം അങ്ങനെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല്, അവിടെ നിന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും 35 ടിക്കറ്റാ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ആരെയും പേരിൽ ടിക്കറ്റ് ഇല്ല. ഇപ്പൊ നമ്മൾ 4 പേരിലുള്ള ടിക്കറ്റ്, 35 ടിക്കറ്റ് ഹസന ട്രാവൽസിലുണ്ട്. ഈ ടിക്കറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ എന്റെ ഭാര്യയും ഞാനുണ്ട് സങ്കല്പിക്കാം. അപ്പൊ അവിടെ കൗണ്ടർ ഉണ്ട്. ഈ കൗണ്ടറൊക്കെ ഞാൻ വാട്സപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിച്ചപ്പോൾ മുമ്പ് എന്നോട് ഏതൊരു ഇത്താതെ ബാക്കുള്ള കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മൊബൈലിലേക്ക് ആക്കി വീട്ടിൽ നിന്ന് സൗകര്യം കാണാം. അതിൽ ഓഡിയോ പറയും ചെയ്യും ഞാൻ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് അവിടെ അതായത് നമ്മുടെ എൻട്രൻസിൽ സെക്യൂരിറ്റി കാണിച്ചു ശേഷം ബോർഡിംഗ് ആണ്. ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സമയം. അപ്പൊ ആ ടിക്കറ്റ് അപ്പുറം തരാൻ നമുക്ക് വരും. ഇപ്പൊ നമ്മൾ എന്താ ബുക്കിംഗ് നടന്നിട്ടുള്ളൂ. അവിടെ എത്തുമ്പോൾ എന്താ ചെയ്യാ, ഇതിപ്പോ 2 പാസ്പോർട്ടാണ് കൊടുക്കാം. ഞങ്ങൾ ഫാമിലിയാണ്, ഞങ്ങൾക്ക് ഒന്നിച്ച് സീറ്റ് വേണം. മനസ്സിലായില്ലേ? മറക്കരുതേ, ഞാൻ പറഞ്ഞുതരും, എന്നാലും നിങ്ങളെ ഓർമ്മയൊന്നും ഉണ്ടാവാനാ. അപ്പൊ 5 ആളുണ്ട് കുടുംബക്കാര്. അപ്പൊ 5 ആൾ പറയാം ഞങ്ങൾ ഫാമിലി, ഞങ്ങൾക്ക് 5 ആൾക്ക് ഒരുമിച്ച് സീറ്റാണ്. ഒരു 10 ആളുണ്ട്, നിങ്ങൾ 10 ആൾക്കൊന്നും പറയത്തില്ല. എന്താ 10 ആൾക്ക് ഒരുമിച്ചാൽ കുറച്ചൊക്കെ ഓക്കെ. 10 ആൾക്കുള്ള ഗ്യാപ്പ് വേണ്ടേ ഒരേപോലത്തെ? എന്തായാലും നിങ്ങൾ പറ്റിയവരൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക. അപ്പൊ 30 പറയാം സംസ്ഥാനം 8 ആളുണ്ട് സങ്കല്പിക്കാം. അപ്പൊ ഇതൊക്കെ ഭാര്യ ഭർത്താക്കന്മാര് വേറെ വേറെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ഓരോ ഭാര്യ ഭർത്താവും പറയാം ഞങ്ങൾക്ക് ഒന്നിച്ചാൽ പ്രശ്നമില്ല. ഇത് ഒറ്റയിരിക്കുമ്പോ 8 എന്ന് പറയുമ്പോ 2 അർത്ഥം മാറി അല്ലെ? അപ്പൊ ആ കാര്യം എല്ലാവരെയും ഓർമ്മയുണ്ടാവും. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾക്ക് അടുത്തടുത്ത് സീറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ച്. സീറ്റ് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യൽ, അവിടുന്നാണ് സെക്ഷൻ. അപ്പൊ ഓർമ്മയിൽ ഉണ്ടായിരിക്കണ്ട. അങ്ങനെ നമ്മൾ ബോർഡിങ് കഴിഞ്ഞു. ഈ സമയത്തൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവും, ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാലും നമ്മുടെ മനസ്സിലൊരു അഥവാ ഞാൻ ബാക്കിലോ മുമ്പിലോ ആയി ശ്രദ്ധ വിട്ടു പോകാക്കണം. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ അതിനകത്ത് നിന്നുണ്ട് അവിടെ അതിന് മുകളിൽ 2 പള്ളിയുണ്ട്, സ്ത്രീകൾക്കൊന്ന് പുരുഷന്മാർക്കൊന്ന്. അവിടെ നിന്ന് നമ്മൾ ഇഹ്റാം ചെയ്യാം. അപ്പോ എവിടുന്ന് ഇഹ്റാം ചെയ്ത മുതലാണ് ഇനി നമ്മളെ മർമ്മപ്രധാനമായ സെക്ഷനിലേക്ക് വരുന്നത്. ഇതുവരെ നമ്മൾ സാധാരണക്കാരാണ് അല്ലെ? അള്ളാഹു തൗഫീഖ് കിട്ടി നമ്മൾ യാത്ര വഴിയിലുള്ളത്. ഇനി നമ്മൾ എന്താണ്, ഇഹ്റാം ചെയ്യുന്നതോടെ നമ്മൾ സെക്ഷൻ തന്നെ മാറിപ്പോവാണ്. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പള്ളിയിൽ കയറി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അതായത് എന്താ വെച്ചാൽ, നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾക്ക് സാധാരണ ചെയ്യാനുള്ള പതിവ് എന്താ പറയുക, നമ്മളെ എന്ത് ചെയ്യാം, ലഗേജ് ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, ലഗേജ് ഓൾറെഡി നമ്മൾ ഈ ബോർഡിങ്ങിന് അവിടെ കൊടുത്തുകൂടും. മനസ്സിലായി? പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡ് ബാഗേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ സംഗതി ഉണ്ടല്ലോ, ഈ സംഗതി അവിടുന്ന് ഓൾറെഡി നമ്മളെന്താ ബോർഡിങ് നമ്മളെ ടിക്കറ്റ് അവിടുന്ന് ഇതാണ് കയറി പോകും. അതുപോലെ തന്നെ ഇതേ പിന്നെ നമ്മളെ കൂടെ ഇനി മക്കയിലെത്തുന്നത് വരെ ഉണ്ടാവുള്ളൂ. സോറി, ജിദ്ദയിലെത്തുന്നത് വരെ. ജിദ്ദെന്നാ പിന്നെ ഇത് കിട്ടുള്ളൂ. അഥവാ എന്തെങ്കിലും സംഗതി ഇത് മറന്നുപോയി പിന്നെ ഇതെന്തായാലും എടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യം ഓർമ്മയുണ്ടാവണേ. ഇതിനെന്ത് വെച്ച് മറന്നു, ഇതിന്റെ അയില വെച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ എടുക്കാൻ വേണ്ടി പോയി.
പിന്നെ എടുക്കുന്ന ഒരുപാട് പ്രൊസീജിയറാണ്. എന്താ തെറ്റുധാരണ അവർക്ക് ഭയങ്കരമാണ്, അവിടുത്തെ വലിയ ഇന്റർനാഷണൽ വിഷയമല്ലേ. അതുകൊണ്ട് മറക്കരുത്, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇതിനെന്ന് വെക്കാണ്ട. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ പള്ളിയിൽ ബാത്റൂമിൽ കയറുന്ന സമയത്ത് വെള്ളം കൊടുത്തു ബാത്റൂമിൽ കയറുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് എന്ത് നമ്മൾ സാധാരണ ചെയ്യാൻ ബാഗ് പുറത്തു വെക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ആരും ഇതൊന്നും നോക്കിയിട്ട് എപ്പോൾ വരാറ്. ഇതാണ് നമ്മളെ പതിവ് അല്ലെ. നമ്മൾ ഇന്ന് എന്തെങ്കിലും പഠിച്ചോനെ ഞാൻ ബാത്റൂമൊക്കെ കയറണം, ഇതിന് കിതാബുണ്ട് മക്കുണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് കയറല എങ്ങനെ. അപ്പോഴാണ് നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ ഒരു സുഹൃത്തിനെ കണ്ടു, നമ്മൾ എന്ത് മനസ്സിലാക്കി, എല്ലാവരും നല്ലവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും പിടിക്കിട്ടാണ് നമ്മൾ നേരെ ബാത്റൂമിൽ കയറി. തിരിച്ചു വരുമ്പോ ബാഗും അയാളുണ്ടാവില്ല, മനസ്സിലായില്ലേ. അപകടം ഉണ്ടാവരുത്. അവിടെയൊക്കെ കുടുങ്ങിയുള്ള വിഷയം എന്താ പറയുക, നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ആലോചിക്കുക, അവിടെ ഒരാൾക്ക് പ്രതിസന്ധി വന്നു, ഞാൻ പ്രതിസന്ധി ഇല്ലാത്തവരുടെ ഭാഗത്തോ ഉള്ളവരുടെ ഭാഗത്തൊക്കെ ചെക്കിട്ടോറായില്ലേ ഒരു ഉസ്താദ് ഉണ്ടാവുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ കൂടെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ കൂടെ വന്ന് തട്ടം കണ്ടാലില്ല, അവരെ കൊടുത്തതിന് അപ്പം ഒന്ന് ബാത്റൂമിൽ പോയി കേട്ടാ എന്നൊരു കൊടുക്കാം. ഞാൻ കഴിഞ്ഞ് ബാത്റൂമിൽ കഴിഞ്ഞ് പോന്നാൽ കുഴപ്പമില്ല, അവിടെ വെച്ചും പോകരുത്. ഇത് എയർപോർട്ടല്ലേ, ഇവിടെ കള്ളന്മാരുണ്ടാകും വിചാരിക്കരുതിട്ടാ. കള്ളന്മാരെല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലായില്ലേ. അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ കയറി എല്ലാ കാര്യവും നിർവഹിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. മനസ്സിലായില്ല. ആ കാര്യം നിയ്യത്തൊക്കെ